പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ദൈവപിതാവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ തിരുവൽത്തായിൽ നിന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജീതു.
ഞാൻ വരുന്നത് ചേർത്തല വയലാറിൽ എൻ്റെ ഇടവക സെൻറ്റ് മൈക്കിൾസ് ചർച്ച് കാവിലാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് മുമ്പേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2019-23 നഴ്സിംഗ് പഠിച്ചത്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ചേർന്ന് 6 മന്ത് കഴിഞ്ഞപ്പോൾ കോവിഡ് സ്റ്റാർട്ടാകുകയും നാട്ടിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എനിക്ക് ക്ലാസ്സിലൊന്നും അത്ര ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലായിരുന്നു. എക്സാം വന്നു. എക്സാമിന് വേണ്ടി മാത്രമായിട്ടാണ് ബാംഗ്ലൂർക്ക് പോയത്. അവിടെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ സപ്ലി ഉണ്ടായിരുന്നു. അതിനിടയിൽ സെക്കൻഡ് ഇയർ ക്ലാസ്സും അതിൻ്റെ എക്സാമും എല്ലാം കൂടി ആയപ്പോൾ ഒട്ടും എക്സാമിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ ഒരു മാതാവുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും പാസ്സാവും എന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് പറയുകയും ഞങ്ങൾ 6 പേരും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾ എക്സാം പാസ്സാവുകയും സെക്കൻഡ് ഇയറിലും ഞങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണം, ഫസ്റ്റ് ക്ലാസ് പോരാ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാമിന് പോകുമ്പോഴാണെങ്കിലും വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി ഉറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ കോളേജിൻ്റെ ഏറ്റവും പൊക്കത്തെ നിലയിലിരുന്ന് കരഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുവാണ്, നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. ഞാൻ അന്നേരം രാവിലെ കോളേജിൻ്റെ സമയത്ത് ഇതുവരെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ രാത്രിയാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ കണ്ടതായിരിക്കും എന്ന് കരുതി. പക്ഷേ അന്ന് 3 മണിയായപ്പോൾ കോളേജിൽ ഇരുന്നപ്പോൾ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് സെയിം സാഹചര്യം തന്നെയായിരുന്നു. കുറച്ച് പേരുടെ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പല സ്ഥലത്തേക്ക് പോയി. എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കരഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ പോയിട്ട് റിസൾട്ട് നോക്കി വന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ട ആ സ്ഥലത്ത് തന്നെ അവൾ വന്ന് പറഞ്ഞു, നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. ഞാൻ ഒത്തിരി കരഞ്ഞ് മാതാവിനെ നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ 4th ഇയർ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷനോട് തന്നെ പാസ്സാക്കി. പിന്നീട് എന്ത് ചെയ്യും, പഠിക്കണോ അതോ ജോലിക്ക് കയറണോ എന്നുള്ളൊരു ഡൗട്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മൻ പഠിക്കുന്നതിനെക്കുറിച്ച് പറയുകയും ഒരു ഏജൻസീനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അവിടെ തന്നെ ഞാൻ പഠിച്ചു. പഠിത്തം അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു അപ്രതീക്ഷിതമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ല, മാതാവായിട്ട് തന്നെ എന്നെ ഉടമ്പടി എടുപ്പിച്ചതാണ്. അങ്ങനെ ഉടമ്പടി എടുത്തു. പിന്നെ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. 3 മൊഡ്യൂൾ ഞാൻ എടുത്തു. പക്ഷേ ഒത്തിരി പഠിച്ചു ഞാൻ നന്നായിട്ട്. പ്രാർത്ഥന ഉണ്ടായിരുന്നു, എങ്കിലും അത്രയും പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ 3 മൊഡ്യൂളും ഞാൻ ഫെയിലായി. പിന്നീട് ഒത്തിരി കൂടുതൽ ഞാൻ പ്രാർത്ഥനയിലേക്കായി. ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ചതാണ്, പക്ഷേ നന്നായിട്ട് എഴുതിയതുമാണ്, പക്ഷേ പാസ്സായില്ല. പിന്നീട് 2 മൊഡ്യൂൾ എടുത്തു. ഞാൻ എക്സാം എഴുതാൻ പോയ സമയത്ത് എൻ്റെ ചാച്ചൻ്റെ അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കതിൽ 1 മൊഡ്യൂൾ പാസ്സായി. പിന്നീടും പെട്ടെന്ന് തന്നെ അടുത്ത മാസം തന്നെ എനിക്ക് വീണ്ടും ഡേറ്റ് ലഭിച്ചു. അതിലും ഞാൻ 1 മൊഡ്യൂൾ പാസ്സായി. പിന്നീട് നെക്സ്റ്റ് മൊഡ്യൂളും പെട്ടെന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. അത് ഞാൻ 1 മൊഡ്യൂൾ മാത്രമായിട്ട് എടുത്തു. അവിടെ പോയി അത് നന്നായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്താണ് ഞാൻ പോയത്. അവിടെ എത്തിയപ്പോൾ ഞാൻ ഇതേവരെയും കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരി കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പെടുത്ത് ആരും ചവിട്ടാത്ത ഇടങ്ങളിൽ ഇട്ടിട്ടാണ് ഞാൻ എക്സാമിന് കയറുന്നത്. അന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറേ സമയം ഞാൻ വെറുതെ ഇരുന്നു. പിന്നീട് എന്തോ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ നീ തന്നെ എക്സാം എഴുതിക്കോണം എൻ്റെ കൂട്ടത്തിലിരുന്ന്, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്ഭുതമൊന്നും എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചു, ഇറങ്ങിപ്പോന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു പാസ്സാവില്ല, ഒന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ എന്തൊക്കെയോ എഴുതി. ആ സമയത്ത് റിസൾട്ട് വരാൻ 45 ദിവസത്തിൻ്റെ അടുത്ത് വേണമായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് കയറാം, ഇനി രക്ഷയില്ല, ആൾക്കാരുടെ ചോദ്യം അത്രയായി. അങ്ങനെ ജോലിക്കായിട്ട് പല സ്ഥലങ്ങളിലും പോയി. എനിക്ക് കേരള രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. 1 ഇയർ ഗ്യാപ്പും ഉണ്ട്. അതുകൊണ്ടെങ്കിലും ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരത്തി മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായി. അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും കൊന്തയും ഒന്നും മുടക്കാതെ തന്നെ മുൻപോട്ട് പോയി.
കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അവിടെ ചെന്നിട്ടാണ് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പള്ളിയിലും പോകുമായിരുന്നു ആദ്യത്തെ ഒരു മാസം. ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന് ഞാൻ ഒരു തലേ ദിവസം എന്തോ ഞാൻ ഇങ്ങനെ കണ്ടു എനിക്ക് 71 മാർക്ക് കിട്ടുമെന്ന്. പക്ഷേ അതിനുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതും ചുമ്മാതെയാണ് എന്ന് കരുതി ഞാൻ അടുത്ത ഡേറ്റ് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. റിസൾട്ട് വന്നു എന്നറിഞ്ഞു. റൂമിൽ വന്നു, മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ എൻ്റെ ഫോൺ വെച്ചു, തൈലവും പൂശി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ആക്കിയത്. അപ്പോൾ എനിക്ക് 75 മാർക്കുണ്ടായിരുന്നു. ശരിക്കും എനിക്കതിന് ഒരു അർഹതയില്ല, ഒന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പിന്നീട് ഒരു മൊഡ്യൂളും കൂടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. 4-5 മാസത്തോളം വെയിറ്റ് ചെയ്തു, കിട്ടുന്നില്ല. പിന്നീട് എനിക്ക് എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടൊരു കുട്ടി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പാസ്സായി, ഞാൻ ഹൈദരാബാദാണ് ഡേറ്റ് എടുത്തത്, ചേച്ചി വേണമെങ്കിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഏജൻറ്റിൻ്റെ നമ്പർ വന്നു. ഞാൻ ആ കൊച്ചിനെ വിളിച്ചു. പിറ്റേ മാസം തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. പോകാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് പോയി പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഡ്യൂട്ടി നല്ല അവേഴ്സ് ഉണ്ടായിരുന്നു. എന്നാലും എന്തോ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച് പോയി. എക്സാമിന് കയറി. എക്സാമിനർ ചോദിക്കും, ഫസ്റ്റ് പോയിന്റ് പറയുമ്പോൾ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് അവർ 20 മിനിറ്റിനോട് എടുക്കേണ്ട എക്സാം 5 മിനിറ്റ് കൊണ്ട് തീർത്ത് ഞങ്ങളെ 2 പേരെ ഇറക്കി വിട്ടു. അപ്പം കിട്ടില്ല എന്ന് ഉറപ്പായി. പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 70 ദിവസം എടുത്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. 61 മാർക്കെന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയുടെ താഴത്ത് എഴുതി വെച്ചാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 67 മാർക്കുണ്ടായിരുന്നു. ഞാൻ 4 മൊഡ്യൂളും ക്ലിയർ ചെയ്തു. അങ്ങനെ പിന്നീട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എല്ലാം ശരിയാവുമെന്നാണ് ഏജൻറ്റ് പറഞ്ഞത്. അങ്ങനെ എല്ലാം പാസ്സായല്ലോ, ഇനിയിപ്പോൾ പ്രാർത്ഥന അത്രയും വലുതാക്കണ്ട എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥന കുറഞ്ഞു. ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തിട്ടും അവിടെ നിന്ന് കിട്ടേണ്ട ഒരു പേപ്പർ ബെഷേഡ് വന്നില്ല. ഏജൻറ്റിനോട് ചോദിച്ചപ്പം അത് വരും, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ നവംബറിൽ ജോലിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ടും വന്നില്ല. പിന്നീട് ഞങ്ങൾ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി. 2 പേരും കൂടി പറഞ്ഞപ്പോൾ ഏജൻറ്റ് അവർക്ക് മെയിൽ അയച്ചപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ പേപ്പർ ജർമ്മനിയിൽ എത്തിയിട്ടില്ല, എവിടെയോ അത് മിസ്സായി എന്ന്. പിന്നീട് ഏജൻറ്റ് അവർക്ക് സോറി പറഞ്ഞ് മെയിൽ അയക്കുകയും 2 ആഴ്ച കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പം മനസ്സിലായി എന്തോ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ അത് മിസ്സാവേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇതുവരെയും എനിക്ക് മാതാവിനെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അത് വെച്ചാണ് പ്രാർത്ഥിച്ചത്. മാതാവിനെ എനിക്കൊന്ന് തൊടാനുള്ളൊരു അനുഗ്രഹം വേണം. ഞാൻ നവംബർ 27 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്, ഉടമ്പടി പുതുക്കിയത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനെ എനിക്ക് ലഭിക്കുകയും അതിൻ്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ബെഷൈഡ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് പ്രീ അപ്രൂവൽ എന്നൊരു പ്രോസസ്സിംഗ് ആയിരുന്നു. അതിന് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർക്കും 2 ആഴ്ച കൊണ്ട് കിട്ടി. എനിക്ക് അത് വന്നില്ല. 2 ആഴ്ച 3 ആഴ്ചയായി 4 ആഴ്ചയായിട്ടും വന്നില്ല. ഏജൻറ്റിനോട് ചോദിച്ചപ്പം ഇതൊന്നും ചെയ്യാനില്ല, അവരവിടെ നിന്ന് അയക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അവിടെ ആൾക്കാർ വെക്കേഷന് പോയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ജാനുവരി 15-ാം തീയതി ഞാനും അമ്മയും കൂടി കൃപാസനത്തിൽ വന്നു. കുർബാനയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കൂട്ടത്തിലുള്ളവർ അടുത്ത പ്രോസസ്സിങ്ങും കഴിഞ്ഞ് അവർ വിസയ്ക്ക് വെച്ചു. എന്നിട്ടും എൻ്റെ പ്രീ അപ്രൂവൽ വന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ പോരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏജൻറ്റിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഒരു അപ്ഡേഷനും ഇല്ല. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് പേപ്പർ മേടിക്കാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് ഗൂഗിൾ പേ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഏജൻറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ജർമ്മനിയിൽ നിന്ന് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിൻ്റെ ഒരു പേപ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 ദിവസത്തിനുള്ളിൽ നിൻ്റെ പേപ്പർ ശരിയാവുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി മാതാവ് ഉണ്ട് കൂട്ടത്തിൽ, എൻ്റെ പേപ്പർ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. 2 ദിവസം വെയിറ്റ് ചെയ്തു. ഞാൻ 22 എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 22 വന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ടെൻഷനായി. അവരുടെ വിസയൊക്കെ ഡിസ്പാച്ച് ആവുകയൊക്കെ ചെയ്തു. അവർക്ക് ടെൻഷനായി. ഞാനും കൂടി വന്നാലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവരാകെ വിഷമത്തിലായി. അവർ ചോദിക്കുന്നതും വീട്ടുകാരുടെ ചോദ്യവും എല്ലാം കൂടി അപ്പോൾ ആകെ വിഷമായി. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ദൈവം തരുമ്പോൾ തരട്ടെ എന്നായി.
ഒരച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, തടസ്സങ്ങൾ നേരിടുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഞാൻ അതിലുറച്ച് വിശ്വസിച്ചു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാനിങ്ങനെ രാവിലെ ഒരു സ്വപ്നം കണ്ടു, എൻ്റെ പ്രീ അപ്രൂവലിൻ്റെ പേപ്പർ വന്നു എന്ന്. പക്ഷെ ഞായറാഴ്ചയും ശനിയാഴ്ച അവിടെ അവധിയാണ്, അപ്പോൾ അത് വരില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അന്ന് രാത്രിയായപ്പോൾ ഏജൻറ്റ് മെസ്സേജ് അയച്ചു, പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, ഓൾറെഡി 2 ദിവസത്തിന് മുമ്പ് എൻ്റെ പേപ്പർ വന്നതാണ്, പുള്ളി മെയിൽ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് കാണാതെ പോയതാണെന്ന്. അത് ഞാൻ ഓപ്പണാക്കി നോക്കിയപ്പോൾ 21 എൻ്റെ പേപ്പർ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയതാണ്, പുള്ളി ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് കാണാതെ പോയതാണ്. പിന്നീട് അങ്ങോട്ട് എൻ്റെ എല്ലാം പെട്ടെന്ന് നടന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, എനിക്കെല്ലാം നോർമലായിട്ട് എല്ലാവർക്കും എടുക്കുന്ന ടൈമിൽ നടന്നാൽ അവിടെ ഒരു കൃപയുമില്ല, എൻ്റെ നോർമലായിട്ടുള്ള കാര്യമാണ്. എനിക്ക് സമയം ചുരുക്കി തന്നാൽ മാത്രമേ അവിടെ മാതാവിൻ്റെ കൃപയെന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർക്ക് 2 ആഴ്ച എടുത്ത കാര്യം എനിക്ക് 4 ദിവസം കൊണ്ട് നടക്കുകയും എൻ്റെ വിസ 9 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിസ്പാച്ച് ആവുകയും ഫെബ്രുവരി 14-ാം തീയതി എൻ്റെ വിസ എൻ്റെ കൈകൾ കിട്ടുകയും ഫെബ്രുവരി 17-ാം തീയതി എനിക്ക് ടിക്കറ്റ് എടുത്തു. ഞാൻ ഈ ഫെബ്രുവരി 23 തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. മാതാവ് ഈ ഒരു കാലയളവിൽ ഒത്തിരി സങ്കടങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരിഹരിച്ച് ഏറ്റവും നല്ല ബെസ്റ്റാണ് എനിക്ക് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കാറിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങുമായിരുന്നു, ആശുപത്രികളിലും അതുപോലെ എൻ്റെ ദേവാലയത്തിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു, അത് ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു. ഉടമ്പടി ധ്യാനവും കൂടുമായിരുന്നു, അതും ഷെയർ ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ വീടിനടുത്തുള്ളവർക്ക് മെഡിസിൻ മേടിക്കാൻ ചിലർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അസൈൻ ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു, അവർക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടും. സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെ നോക്കിക്കോണമെന്നും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കുകയും വചനം എഴുതുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കൊന്ത ചെല്ലുന്നത് എൻ്റെ എന്ത് ആവശ്യത്തിനാണേലും എനിക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ചെല്ലുന്നത് കൊന്തയാണ്. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈശോയ്ക്കും മാതാവിനും എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി തന്നതിന് 1000 നന്ദി. എൻ്റെ പേര് ഹരിപ്രിയ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ഇവിടെ കൃപാസനത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതിയാണ് വന്നത്. എനിക്കിവിടെ 3 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ കുടുംബം നല്ല കടബാധ്യതയിലായിരുന്നു ഉണ്ടായിരുന്നത്. പലധികം ബാങ്കിൽ നിന്നുള്ള ലോണുകളെല്ലാമായിട്ട് കടത്തിൽ പെട്ട ഒരവസ്ഥയായിരുന്നു. എനിക്ക് മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടി നിന്നപ്പം എനിക്കൊരു സഹോദരി പത്രം കൃപാസനത്തിലെ പത്രം കൊണ്ടു തരികയും കൃപാസനം മാതാവിനെ പറ്റി പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ ഒക്ടോബർ 5-ാം തീയതി കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാനിവിടെ അച്ഛൻ്റെ രാവിലെയുമായിട്ടുള്ള പ്രയർ കൂടും, പിന്നെ ആഴ്ചയിലുള്ള ധ്യാനം മുടക്കാതെ കൂടുമായിരുന്നു. സമയച്ചുരുക്കത്തിൽ മാതാവ് എനിക്ക് ലോണുകൾ ഒരു ബാങ്കിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് ലോൺ തന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഇങ്ങോട്ട് വിളിച്ചൊരു ലോൺ തന്ന് മറ്റുള്ള കടബാധ്യതകളെല്ലാം 1 ടൈം സെറ്റിൽമെൻറ്റിൽ തീർക്കാനായിട്ട് എനിക്ക് 1 മാസം കൊണ്ട് എനിക്കതിന് സാധിച്ചു. നവംബർ 1-ാമത്തെ ആഴ്ചയിൽ 1 വർഷമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന കടബാധ്യതകളെല്ലാം 1 മാസം കൊണ്ട് എനിക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചിരുന്നു. പിന്നെ രണ്ടാമതൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വീട് 1 വർഷമായിട്ട് വിൽക്കാനായിട്ട് ഇട്ടിരുന്നു. അതിൽ എങ്ങനെയും വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് അവിടെ പോയി വിതറി, വിശ്വാസപ്രമാണം ചൊല്ലി വിതറി പ്രാർത്ഥിച്ച് ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും അതിൻ്റെ വിൽപ്പന, മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ അതിൻ്റെ വിൽപ്പന നടന്നു.
പിന്നെ എൻ്റെ ഉടമ്പടി ഞാൻ ജനുവരി 4-ാം തീയതി വന്ന് പുതുക്കി, രണ്ടാമത് പുതുക്കിയിട്ട് എനിക്ക് ഡിസ്കിന് ബൾജ് ഉണ്ടായിരുന്നു, സ്പോണ്ടിലൈറ്റിസ് ബൾജ് ഉണ്ടായിരുന്നു. മൾട്ടിപ്പിൾ സർജറി പറഞ്ഞതായിരുന്നു ഡോക്ടർമാർ. കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല നടുവേദനയും ഷോൾഡർ പെയിനും ഒക്കെ ആയിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ സമയവും ബെൽറ്റ് ഇട്ടിട്ടായിരുന്നു ജോലി ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും വേദന ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛനെ കൈവെപ്പ് ശുശ്രൂഷയിൽ സൈത്ത് തൈലം തേച്ച് അച്ഛൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആയപ്പോൾ എൻ്റെ നടുവിൻ്റെ വേദനയും ഷോൾഡർ പെയിനും എല്ലാം പൂർണ്ണമായി ഭേദപ്പെട്ട് എനിക്ക് സർജറി ഇല്ലാത്ത അവസ്ഥയിൽ ബെൽറ്റിൻ്റെയോ മറ്റൊരു സഹായത്തിൻ്റെയോ അവസ്ഥയിൽ എനിക്കിന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും എനിക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലായിടത്തും എല്ലാ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കൊടുക്കുമായിരുന്നു. അതിനകത്ത് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഞാനൊരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് ഈ പത്രത്തിൻ്റെ കൂടെ എല്ലാവർക്കും കൊടുത്തിരുന്നു. രോഗികളെ കാണുമായിരുന്നു. പിന്നെ ഒരു ഓർഫണേജിൽ ഞാൻ എല്ലാ മാസവും ഓർഫണേജിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പൈസ എല്ലാ മാസവും കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം ഞാൻ എല്ലാ ദിവസവും പ്രെയർ കൂടുന്നുണ്ട്. പിന്നെ ആഴ്ചയിലുള്ള ധ്യാനം മുടങ്ങാതെ കൂടും. പിന്നെ ജപമാല ചൊല്ലാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു.